ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ജനുവരി 16. നിറയുക. നീതിക്കു വിശന്നു ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 6-ാം വാക്യം. ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിൻ്റെ ദാരുണമായ കൊലപാതകം നടന്നത് 1960-കളിലെ അമേരിക്കൻ പൗരാവകാശ പ്രസ്ഥാനത്തിൻ്റെ മൂർധന്യത്തിലാണ്. എന്നാൽ വെറും 4 ദിവസത്തിനു ശേഷം സമാധാനപരമായ ഒരു പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകുന്നതിനായി അദ്ദേഹത്തിൻ്റെ വിധവ കോററ്റ സ്കോട്ട് കിങ് ധൈര്യത്തോടെ ഭർത്താവിൻ്റെ സ്ഥാനം ഏറ്റെടുത്തു. കോററ്റയ്ക്ക് നീതിയോട് അഗാധമായ അഭിനിവേശമുണ്ടായിരുന്നു. കൂടാതെ പല നല്ല പ്രവർത്തികൾക്കും നേതൃത്വം നൽകുന്നവളുമായിരുന്നു. യേശു പറഞ്ഞു, നീതിക്ക് വിശന്നു ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ഒരു നാൾ ദൈവം നീതി നടപ്പാക്കുവാനും എല്ലാ തെറ്റും ശരിയാക്കുവാനും വരുമെന്ന് നമുക്കറിയാം. എന്നാൽ ആ സമയം വരെ കോററ്റ ചെയ്തതുപോലെ ഭൂമിയിൽ ദൈവത്തിൻ്റെ നീതി യാഥാർത്ഥ്യമാക്കുന്നതിൽ പങ്കുചേരാനുള്ള അവസരം നമുക്കുണ്ട്. യെശയ്യാവ് 58 എന്തു ചെയ്യുവാനാണ് ദൈവം തൻ്റെ ജനത്തെ വിളിക്കുന്നത് എന്നതിൻ്റെ വ്യക്തമായ ചിത്രം നൽകിയിരിക്കുന്നു. അനീതിയുടെ ചങ്ങലകൾ അഴിക്കുക, അടിച്ചമർത്തപ്പെട്ടവരെ സ്വതന്ത്രരാക്കുക, വിശക്കുന്നവരുമായി താങ്കളുടെ ഭക്ഷണം പങ്കിടുക, പാവപ്പെട്ട അലഞ്ഞു തിരിയുന്നവന് അഭയം നൽകുക, നഗ്നരെ വസ്ത്രം ധരിപ്പിക്കുക, സഹായം ആവശ്യമുള്ളവരിൽ നിന്ന് പിന്തിരിയരുത്. അടിച്ചമർത്തപ്പെട്ടവർക്കും തരം താഴ്ത്തപ്പെട്ടവർക്കും വേണ്ടി നീതി തേടുന്നത് നമ്മുടെ ജീവിതം ദൈവത്തിലേക്ക് തിരിച്ചുവിടാനുള്ള ഒരു വഴിയാണ്. നീതി തേടുന്ന തൻ്റെ ജനം പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെയാണെന്നും അവർക്കും മറ്റുള്ളവർക്കും സൗഖ്യം നൽകുമെന്നും യെശയ്യാവ് എഴുതുന്നു. ഇന്ന് ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ നീതിക്കു വേണ്ടിയുള്ള വിശപ്പ് വളർത്തിയെടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വഴിയിലും ദൈവത്തിൻ്റെ ശക്തിയിലും നാം നീതി തേടുമ്പോൾ നാം സംതൃപ്തരാകുമെന്ന് ബൈബിൾ പറയുന്നു. ചിന്തിക്കുക, നിങ്ങളുടെ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു അനീതി എന്താണ്? ഇന്ന് നീതിയും ശരിയും ചെയ്യുന്നതിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ ഒരു ചുവടുവെപ്പ് നടത്താനാകും? ദൈവത്തിന് മഹത്വം.